നമസ്കാരം. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ പുതിയൊരു അധ്യായം കുറിക്കപ്പെട്ടിരിക്കുന്നു. ഭരണ തുടർച്ചയുടെ കോട്ടകൾ തകരുമോ അതോ രാഷ്ട്രീയ കേരളം വീണ്ടും വലത്തോട്ട് തിരിയുമോ എന്ന ചോദ്യത്തിന് 140-ൽ 100-ലധികം സീറ്റുകൾ എന്ന മാന്ത്രിക സംഖ്യ തൊട്ടുകൊണ്ടാണ് ഐക്യ ജനാധിപത്യ മുന്നണി മറുപടി നൽകിയിരിക്കുന്നത്. പ്രവചനങ്ങളെ കാറ്റിൽ പറത്തി സർവേ ഫലങ്ങളെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് UDF കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ തങ്ങളുടെ സ്വാധീനം വൻ ഭൂരിപക്ഷത്തോടെ ഉറപ്പിച്ചിരിക്കുകയാണ്. ഇത് വെറുമൊരു വിജയമല്ല, 100 സീറ്റുകളിലധികം കരുത്തിൽ ജനങ്ങൾ നൽകിയ ശക്തമായൊരു വിധിയെഴുത്ത് തന്നെയാണ്. ഭരണവിരുദ്ധ വികാരത്തിന്റെ ആഞ്ഞടിക്കലോ അതോ കൃത്യമായ രാഷ്ട്രീയ തന്ത്രങ്ങളുടെ വിജയമോ? സ്ഥാനാർത്ഥി നിർണയത്തിലെ പുതുമയും താഴെത്തട്ടിലെ പ്രവർത്തകരുടെ ഏകോപനവും എങ്ങനെയാണ് UDFന് ഈ ഉജ്ജ്വലമായ കംബാക്ക് സാധ്യമാക്കിയത്? പാലാ മുതൽ പുതുപ്പള്ളി വരെ വടക്കൻ മലബാറിലെ ലീഗ് കോട്ടകൾ മുതൽ തെക്കൻ കേരളത്തിലെ തീരദേശ മേഖലകൾ വരെ പടർന്ന ഈ 100-ലേറെ സീറ്റുകളുടെ വിജയഗാഥയ്ക്ക് പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഏതൊക്കെ ഘടകങ്ങളാണ് വോട്ടർമാരെ സ്വാധീനിച്ചത്? UDFന്റെ ഈ വമ്പൻ മുന്നേറ്റത്തിന്റെ രാഷ്ട്രീയ കെമിസ്ട്രി നമുക്ക് വിശദമായി പരിശോധിക്കാം. കേരളത്തിൽ ഒരു ഭരണമാറ്റം ഉണ്ടായപ്പോൾ അതിൽ ഏറ്റവും നിർണായകമായത് LDF സർക്കാരിനെതിരെയുള്ള ജനവികാരമാണ്. വെറുമൊരു ആരോപണമല്ല, മറിച്ച് വ്യക്തമായ 3 വസ്തുതകളുടെ അടിസ്ഥാനത്തിലൂടെ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിൽ ആദ്യം തന്നെ പറയേണ്ടത് ജനങ്ങളുടെ പോക്കറ്റിനെ ബാധിച്ച സാമ്പത്തിക പ്രതിസന്ധിയാണ്. ഏതൊരു സർക്കാരിന്റെയും വിധി നിർണ്ണയിക്കുന്നത് ജനങ്ങളുടെ ജീവിത സാഹചര്യമാണ്. കേരളത്തിൽ ഇത്തവണ സംഭവിക്കുന്നത് മറ്റൊന്നല്ല. പാവപ്പെട്ടവർക്ക് ആശ്വാസമാകേണ്ട ക്ഷേമ പെൻഷനുകൾ മാസങ്ങളോളം മുടങ്ങിയത് വലിയ തിരിച്ചടിയായി. പെൻഷൻ തരുന്ന സർക്കാർ എന്ന ലേബൽ ഇതോടെ ഇല്ലാതായി. അടുത്തത് വിലക്കയറ്റമാണ്. സപ്ലൈകോ വഴി വിതരണം ചെയ്തിരുന്ന സബ്സിഡി സാധനങ്ങൾ ലഭ്യമല്ലാതായതും പൊതുവിപണിയിലെ വിലക്കയറ്റവും സാധാരണക്കാരെ ബുദ്ധിമുട്ടിച്ചു. ഇത് സർക്കാരിനെതിരെയുള്ള നിശബ്ദ പ്രതിഷേധമായി മാറി. വിവാദങ്ങളും അഴിമതി ആരോപണങ്ങളും ഭരണസിരാ കേന്ദ്രത്തിൽ നിന്ന് ഉയർന്ന ആരോപണങ്ങൾ നിഷ്പക്ഷ വോട്ടർമാരെ സർക്കാരിൽ നിന്ന് അകറ്റി. മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെ ഉയർന്ന മാസപ്പടി വിവാദവും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണങ്ങളും പ്രതിപക്ഷം വലിയ ആയുധമാക്കി. ഇത് സർക്കാരിന്റെ സുതാര്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നായിരുന്നു. യുവത്വങ്ങൾക്കിടയിൽ നിന്ന് പോലും വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളാണ് LDF ഭരണകാലത്ത് നമ്മൾ കണ്ടത്. അതിന് ഉദാഹരണമാണ് പിൻവാതിൽ നിയമനങ്ങൾ. PSC വഴി ജോലി കാത്തിരുന്ന ലക്ഷക്കണക്കിന് യുവാക്കളെ പ്രകോപിപ്പിച്ചത് താൽക്കാലിക നിയമനങ്ങളിലെ രാഷ്ട്രീയ ഇടപെടലുകളാണ്. ഇത് യുവ വോട്ടർമാരെ UDFന് അനുകൂലമാക്കി. ഇതൊന്നും കൂടാതെ നികുതി ഭാരവും ജനങ്ങളോടുള്ള സമീപനവും സർക്കാരിന്റെ ചില നയങ്ങൾ ജനങ്ങളെ ദ്രോഹിക്കുന്നതാണെന്ന തോന്നൽ ശക്തമായിരുന്നു. ഉദാഹരണത്തിന് ഇന്ധനത്തിന് മുകളിൽ ഏർപ്പെടുത്തിയ അധിക സെസ്സും വെള്ളം വൈദ്യുതി ചാർജ് വർധനവും കുടുംബ ബജറ്റുകളെ തന്നെ താളം തെറ്റിച്ചു. ജനകീയ പ്രതിഷേധങ്ങളോടുള്ള സർക്കാരിന്റെ കർക്കശ നിലപാട് ജനവിരുദ്ധമായി വ്യാഖ്യാനിക്കപ്പെട്ടു. ഇത് മാറ്റം അനിവാര്യം എന്ന ചിന്ത വോട്ടർമാരിൽ ഊട്ടിയുറപ്പിക്കുകയാണ് ചെയ്തത്. UDF വിജയത്തിന്റെ രണ്ടാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാരണമാണ് വോട്ട് വിഹിതത്തിലുണ്ടായ മാറ്റവും വോട്ട് ബാങ്കുകളുടെ ഏകീകരണവും. കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ നിർണായകമായ ഒരു അട്ടിമറിക്ക് പിന്നിൽ വോട്ടുകളുടെ ഒഴുക്കിൽ വന്ന വലിയ മാറ്റമാണുള്ളത്. ഇത് കേവലം UDFന്റെ വോട്ട് വർധനവ് മാത്രമല്ല, മറിച്ച് LDFന്റെ ഉറച്ച വോട്ട് ബാങ്കുകളിൽ ഉണ്ടായ ചോർച്ച കൂടിയാണ്. ദേശീയ രാഷ്ട്രീയത്തിലെ സാഹചര്യങ്ങൾ കേരളത്തിലെ വോട്ടിങ്ങിനെ വലിയ രീതിയിൽ തന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. BJPയെ കേന്ദ്രത്തിൽ പ്രതിരോധിക്കാൻ കോൺഗ്രസിനെ കഴിയൂ എന്ന ചിന്ത ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് മുസ്ലിം ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ ശക്തമായി. ഇത് UDFന് അനുകൂലമായ വോട്ട് ഏകീകരണത്തിന് കാരണമായി. മാത്രമല്ല, ഇടതുപക്ഷത്തിന്റെ പാരമ്പര്യ വോട്ട് ബാങ്കുകളിൽ പോലും ഇത്തവണ വിള്ളൽ വീണ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പരമ്പരാഗതമായി CPMനെ പിന്തുണച്ചിരുന്ന പിന്നോക്ക വിഭാഗ വോട്ടുകളിൽ ഒരു ഭാഗം UDFിലേക്കും മറ്റൊരു ഭാഗം BJPയിലേക്കും മാറിയത് LDFന് വലിയ തിരിച്ചടിയായി. ഭരണവിരുദ്ധ വികാരം കാരണം പല കുടുംബങ്ങളും തങ്ങളുടെ രാഷ്ട്രീയ ചായ്വ് മാറ്റി ചിന്തിച്ചു. ധർമ്മടത്തെ പാർട്ടി ഗ്രാമങ്ങളിൽ കണ്ട തിരിച്ചടി ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. തിരഞ്ഞെടുപ്പ് ഫലം നിശ്ചയിക്കുന്ന
അവസാനിപ്പിക്കുന്നതിൽ നിർണായകമായ നിഷ്പക്ഷ വോട്ടർമാർ ഇത്തവണ UDFിനെ പിന്തുണച്ചു. ഭരണം മാറണം എന്ന ആഗ്രഹം നിഷ്പക്ഷ വോട്ടർമാരിൽ ശക്തമായിരുന്നു. യുവ വോട്ടർമാർക്കിടയിൽ തൊഴിലില്ലായ്മയും PSC വിവാദവും UDF അനുകൂല തരംഗം സൃഷ്ടിച്ചു. പല മണ്ഡലങ്ങളിലും UDFിന്റെ വോട്ട് വിഹിതത്തിൽ 5% മുതൽ 8% വരെ വർധനവ് ഉണ്ടായപ്പോൾ LDFിന്റെ വോട്ട് വിഹിതത്തിൽ ഗണ്യമായ കുറവ് രേഖപ്പെടുത്തി. ഇതിനെല്ലാത്തിനും ഉപരി കേരള രാഷ്ട്രീയത്തിൽ 10 വർഷത്തിന് ശേഷം UDF അധികാരത്തിലെത്തുമ്പോൾ അതിനു പിന്നിൽ ചിട്ടയായ പ്രവർത്തനവും ഐക്യത്തോടെയുള്ള നേതൃത്വവും ഉണ്ടെന്ന കാര്യം നമ്മൾ വിസ്മരിക്കേണ്ടിയിരിക്കുന്നു. ഈ വിജയത്തിന്റെ ശില്പികളായ പ്രമുഖ നേതാക്കൾ ഇവരൊക്കെയാണ്. പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ കഴിഞ്ഞ 5 വർഷമായി നിയമസഭയ്ക്ക് അകത്തും പുറത്തും സർക്കാരിനെതിരെ ക്രിയാത്മകമായ പ്രതിപക്ഷമായി നിലകൊണ്ടതാണ് VD സതീശന്റെ കരുത്ത്. മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ടുള്ള സംവാദത്തിന് വെല്ലുവിളിച്ചതും സർക്കാരിന്റെ നയങ്ങളിലെ പാളിച്ചകൾ കൃത്യമായ കണക്കുകൾ നിരത്തി സഭയിൽ തുറന്നു കാട്ടിയതും അദ്ദേഹത്തിന് മികച്ച സ്വീകാര്യത നൽകി. മുന്നണിയിലെ മുതിർന്ന നേതാക്കളെയും യുവ നേതാക്കളെയും ഒരുപോലെ ഒപ്പം കൊണ്ടുപോകുന്നതിൽ അദ്ദേഹം വിജയിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. ഇനി കേന്ദ്രത്തിലെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ദേശീയ തലത്തിൽ BJPയെ നേരിടാൻ കോൺഗ്രസിന് മാത്രമേ കഴിയൂ എന്ന സന്ദേശം കേരളത്തിലെ വോട്ടർമാരിലേക്ക് എത്തിക്കാൻ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം സഹായിച്ചു എന്ന് തന്നെ പറയാം. രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച 5 ഗ്യാരണ്ടികൾ പാവപ്പെട്ട വോട്ടർമാരെ UDFിലേക്ക് അടുപ്പിച്ചു. കൂടാതെ വയനാടുമായുള്ള അദ്ദേഹത്തിന്റെ വൈകാരിക ബന്ധം കേരളത്തിലുടനീളമുള്ള UDF തരംഗത്തിന് ആക്കം കൂട്ടി എന്ന് തന്നെ പറയാം. അന്തരിച്ച ജനപ്രിയ നേതാവ് ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ ഈ തെരഞ്ഞെടുപ്പിൽ UDFിന് അനുകൂലമായ ഒരു വൈകാരിക തരംഗം സൃഷ്ടിച്ചു. ഉമ്മൻചാണ്ടി തുടങ്ങിവെച്ച കരുതൽ പദ്ധതികൾ പുനരാരംഭിക്കും എന്ന വാഗ്ദാനം സാധാരണക്കാരായ വോട്ടർമാരെ സ്വാധീനിച്ചു. പുതുപ്പള്ളിയിലെ വിജയവും ചാണ്ടി ഉമ്മന്റെ പ്രചാരണ ശൈലിയും യുവജനങ്ങളെ UDFിലേക്ക് അടുപ്പിക്കുന്നതിന് കാരണമായി. പിന്നീട് മറ്റ് 2 പ്രമുഖ മുഖങ്ങളാണ് KC വേണുഗോപാൽ. ദേശീയ തലത്തിലുള്ള കോൺഗ്രസിന്റെ സ്വാധീനം കേരളത്തിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളും വിജയകരമായി ഏകോപിപ്പിച്ചു. അതേപോലെ തന്നെ രമേശ് ചെന്നിത്തല സർക്കാരിന്റെ അഴിമതികൾ ഓരോന്നായി ആദ്യം വെളിച്ചത്ത് കൊണ്ടുവന്ന നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഈ ജനവിധിയുടെ അടിത്തറയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വിജയത്തെ കേവലം ഒരു അധികാര കൈമാറ്റമായോ സീറ്റുകളുടെ എണ്ണമായോ മാത്രം UDFിന് കാണാനാവില്ല. 10 വർഷത്തെ കാത്തിരിപ്പിനും കഠിനമായ രാഷ്ട്രീയ പോരാട്ടങ്ങൾക്കുമൊടുവിൽ വോട്ടർമാർ നൽകിയ ഈ ജനവിധിക്ക് പിന്നിൽ വലിയൊരു ഉത്തരവാദിത്തമുണ്ട്. വികസന മുരടിപ്പിനെതിരെയുള്ള അമർഷമാണോ അതോ ജനാധിപത്യപരമായ തിരുത്തൽ ശക്തിയാകാൻ UDFിന് സാധിക്കുമെന്ന വിശ്വാസമാണോ ഈ വിജയത്തിന് പിന്നിൽ? തീർച്ചയായും വ്യക്തിപ്രഭാവമുള്ള നേതാക്കളുടെ പോരാട്ട വീര്യവും താഴെത്തട്ടിൽ ചിട്ടയായ പ്രവർത്തനം കാഴ്ചവെച്ച മുന്നണി സംവിധാനവും ഈ വിജയത്തിൽ നിർണായകമായി. പുതുപ്പള്ളിയിലെ വൈകാരികതയും പാലയിലെ രാഷ്ട്രീയ കണക്കുകളും മലബാറിലെ ഉറച്ച കോട്ടകളും ഒത്തുചേർന്നപ്പോൾ കേരളം മാറ്റത്തിന് തയ്യാറാണെന്ന കൃത്യമായ സന്ദേശമാണ് ജനം നൽകിയിരിക്കുന്നത്. പക്ഷേ രാഷ്ട്രീയത്തിൽ വിജയങ്ങൾ എന്നത് ഒരു ലക്ഷ്യമല്ല, മറിച്ച് ഒരു തുടക്കമാണ്. ഭരണപക്ഷത്തിൽ ഇരിക്കുമ്പോൾ ജനങ്ങൾ അർപ്പിച്ച ഈ വിശ്വാസത്തെ എത്രത്തോളം ക്രിയാത്മകമായി മുന്നോട്ട് കൊണ്ടുപോകാൻ UDFിന് സാധിക്കും എന്നതിലാണ് ഇനിയും കേരളം ഉറ്റുനോക്കുന്നത്. വരാനിരിക്കുന്ന 5 വർഷങ്ങൾ മുന്നണിയെ സംബന്ധിച്ച് പരീക്ഷണങ്ങളുടേത് കൂടിയാണ്. ഐക്യത്തോടെയുള്ള നീക്കങ്ങളും കൃത്യമായ ഭരണനയങ്ങളും വഴി ജനപ്രീതി നിലനിർത്താൻ അവർക്ക് സാധിക്കട്ടെ. കാത്തിരുന്ന് കാണാം. പുതിയൊരു രാഷ്ട്രീയ അധ്യായത്തിലേക്ക് കടക്കുന്ന കേരളത്തിന്റെ ചലനങ്ങൾ, പുതിയൊരു ലക്ഷ്യത്തിലേക്ക്, പുതിയൊരു കേരളത്തിനായി ചുവടുവെക്കുന്ന UDFിനും അതിൻ്റെ നേതൃത്വത്തിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ജനം അർപ്പിച്ച ഈ വലിയ വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കാനും ജനപക്ഷത്ത് നിന്നുള്ള മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാനും അവർക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. കേരളത്തിന്റെ രാഷ്ട്രീയ ഗതിവിഗതികൾ ഇനി ഏത് ദിശയിലേക്കാണ് സഞ്ചരിക്കുക എന്നത് നമുക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തമായി വിശകലനം ചെയ്യാം. നന്ദി, നമസ്കാരം.